പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ ദൈവപൈതലേ, നിന്റെ കണ്ണുനീര് രാവിലെ പ്രഭാതത്തിൽ ഒപ്പുന്ന കർത്താവിൻ്റെ കൈകളാണ് ഈ രാവിലെയുള്ള സമാശ്വാസ സമർപ്പണ പ്രാർത്ഥന, ഡെയിലി ബ്രെഡ്. ഈ അവസരത്തിലേക്ക് നീ ഉണർന്നെഴുന്നേറ്റതാണ്. കർത്താവിലാണ് നീ ഉണർന്നിരിക്കുന്നത്. നീ ജീവിക്കുന്ന ഓരോ മണിക്കൂറുകളെയുമാണ് ഈ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ യാവനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആത്മശക്തിയും ആവഹിക്കുന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയെ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെയും മാലാഖമാരെയും രക്തസാക്ഷികളെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരത്താൽ ആശീർവദിക്കുവാനിടെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസാൽത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അർപ്പിച്ചിട്ടുള്ള സൽപ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തികൾ, സുവിശേഷ പ്രവർത്തികൾ, അതിനേക്കുള്ളപരി അതിനെ എല്ലാത്തിൻ്റെ ആധ്യാത്മികമായ ആസ്തിഭദ്രതയായ ലക്ഷോപലക്ഷം അഖണ്ഡ ജപമാലകൾ, അങ്ങനെ എല്ലാ യോഗ്യതകളും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നവരെ നീ ആശീർവദിക്കണം. ഇന്ന് പ്രസവം ഡേറ്റ് നിശ്ചയിക്കുന്നവരെ നീ ആശീർവദിക്കണം. അതിന് സിസേറിയന് ഡേറ്റ് സമയം കുറിച്ചിരിക്കുന്നത് നീ ആശീർവദിക്കണം. കർത്താവ് തിയേറ്ററിനെ നീ മുഴുവനായിട്ട് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ചുറ്റും നേഴ്സുമാർ നിൽക്കുന്ന പോലെ കർത്താവ് മാലാഖമാരെ അവിടെ അണിനിരത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ഇരിക്കുന്ന ഒരു മക്കൾ കർത്താവ് അവരിത് പൂർത്തിയാകുമ്പോൾ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ പഴയതിനേക്കാൾ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ,
ഈശോയെ എന്തെങ്കിലും ബയോപ്സിക്കോ ടെസ്റ്റിനോ അയച്ചിട്ടുള്ളവർക്ക് അനുകൂലമായ റിസൾട്ട് വരുന്നതിന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈശോയെ, ഇങ്ങനെ ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഉപരിപഠനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് വിഷമിക്കുന്നവർക്ക് കർത്താവെ, അങ്ങയുടെ ഉന്നതമായ കരുണയാൽ സുബോധർക്കമായ പരീക്ഷാ ഫലം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഭവനരഹിതരെ, ജോലിരഹിതരെ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഇങ്ങനെ ഇല്ലായ്മക്കാരുടെ വലിയൊരു നിരയാണ് കർത്താവെ അങ്ങനെ തിരുസന്നിധി നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന വർഷങ്ങളായും മാസങ്ങളുമായിട്ട് കർത്താവ് ഇല്ലായ്മയുടെ വ്യഥ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവർക്ക് പണമില്ല, അതുപോലെ ആരോഗ്യമില്ല, അവർക്ക് സ്വസ്ഥതയില്ല, അവർക്ക് സമാധാനമില്ല, സന്ധിക്കാൻ ആരുമില്ല, സംരക്ഷിക്കാൻ ഇടമില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇല്ലായ്മകൾ അമ്മയെ കനായിലെ കല്യാണ കുടുംബത്തിൽ കടന്നു ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ ഓരോരോ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ഇല്ലായ്മകളെയും കർത്താവിൻ്റെ തിരുസന്നിധി, യേശുവിൻ്റെ തിരുസന്നിധി കൊണ്ടുവരേണ്ട വിഷയമാണെന്ന്, അതിനെക്കുറിച്ച് ജീവിത പ്രശ്നങ്ങളെ കർത്താവ് യേശുക്രിസ്തുവിനെ ഇടപെടുത്തേണ്ട ജീവിത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധി, ദൈവത്തെ നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെയാണ് ജീവിച്ച് തീർക്കേണ്ടതെന്നുള്ള വലിയ ബോധം ഞങ്ങൾക്ക് നൽകിയത് നന്ദി പറയുന്ന കർത്താവ്. കർത്താവ് ഇന്ന് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെ, ഇന്ന് അതുപോലെ തന്നെ യാത്രയ്ക്ക് പോകുന്നവരെ, ഇന്ന് ഓരോരോ സ്ഥലങ്ങളിൽ യാത്രയിലായിരിക്കുന്നവർ അവരെ സുരക്ഷിതരായിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോയെ, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, അത് വിസ, അതുപോലെ അതിൻ്റെ ഇൻ്റർവ്യൂകൾ, അതിൻ്റെ ടെസ്റ്റുകൾ, അതിൻ്റെ ജോലി ടെസ്റ്റുകൾ, ഇതെല്ലാം കാത്തിരിക്കുന്നവരും അതിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നവർക്കടുത്ത് അവരുടെ കഴിവിനേക്കാളുപരി ആത്മശക്തിയിൽ അഭിഷേകം ചെയ്യുകയും നീ തന്നെ കർത്താവെ അവിടെ നാവുകളിൽ വചനം വെച്ച് കൊടുക്കുന്നത് പോലെ അപ്പോസ്തലന്മാരുടെയും അതുപോലെ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ നീ വചനങ്ങൾ വെച്ച് കൊടുത്ത പോലെ നീ ന്യായാധിപ സംഘത്തിന് മുമ്പ് നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് നീ മുൻകൂട്ടി ചിന്തിച്ച് ആകുലപ്പെടേണ്ട, നീ പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, ആത്മാവിൻ്റെയും ജ്ഞാനത്തിൻ്റെ ഉത്തരങ്ങൾ കർത്താവെ അവർക്ക് നൽകിക്കൊണ്ട് കർത്താവെ അവരെ നീ അനുഗ്രഹിക്കണമേ. ടെസ്റ്റിനും ഇൻ്റർവ്യൂള്ളവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ, സഭയുടെ അധികാരത്തെ, കുരിശിൻ്റെ അടയാളത്തിൽ ഏതെങ്കിലും പ്രാർത്ഥന ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ കർത്താവിൻ്റെ കൃപയും കരുണയും ഉണ്ടായിക്കൊണ്ട് അവർക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit, touch with the fire finger, soak with the precious blood, Lord infuse His Spirit, now through the Catholic Church, the power of Jesus Christ, with the letters of the Holy Priesthood, I bless and honor you. പ്രിയപ്പെട്ടവരെ, ഈ നമ്മൾക്ക് ഉടമ്പടി ഒരു വലിയ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തികളുടെ നീണ്ടൊരു ജീവിതമാണ്. സുവിശേഷത്തിൻ്റെ എക്സ്റ്റൻഷൻ പോലെ ജീവിച്ചു തീർക്കുന്ന സുവിശേഷമാണ് ഉടമ്പടി. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൽപ്രവൃത്തികൾ ആൾക്കാർ എന്തോ ഒരു ആവേശത്തോടെയും അഭിഷേകത്തോടെയാണ് സൽപ്രവൃത്തികൾ ചെയ്യണത്. പക്ഷെ സൽപ്രവൃത്തികൾക്കൊരു കുഴപ്പമുണ്ടെന്നാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൽപ്രവൃത്തികളാണെങ്കിൽ പോലും അതിന് ചില പണ്ട് എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റാമ്പ് കളക്ട് ചെയ്യും, എന്നിട്ടൊരു പുസ്തകത്തെ ഒട്ടിച്ച് വെക്കും, എന്നിട്ട് കൂട്ടുകാർ വരുമ്പോൾ കാണിച്ചു കൊടുക്കും. അതൊക്കെ മൈനസ് സെമിനാരി തുടങ്ങിയ പരിപാടിയാണ്. അതൊക്കെ മുമ്പ് എനിക്ക് തീപ്പെട്ടിപ്പടങ്ങളുടെ കളക്ഷൻ ഉണ്ടായിരുന്നത്. ഞാൻ 3ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അത് 10,000 തീപ്പെട്ടിപ്പടങ്ങളുണ്ടായിരുന്നു. അന്ന് തീപ്പെട്ടി എല്ലാ മനുഷ്യരും വീട് പിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അർത്തിങ്കപ്പള്ളിയിലെ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ അപ്പൻ്റെ കൂടെ പോകുമ്പോൾ അപ്പൻ്റെ വഴിയൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അപ്പൻ്റെ പുറകെ പിടിക്കുക, എന്നാൽ ആരെങ്കിലും ചവിട്ടി ഇട്ടിട്ട് തീപ്പെട്ടി കാണും. ഞാൻ ആൾക്കാരെ ഒത്തിരി തീപ്പെട്ടിയുടെ കത്തിച്ചതിൻ്റെ ആൾക്കാർ കളയത്തില്ലേ. അങ്ങനെ നമുക്കൊരു 10, 12, 15 അർത്തിങ്കപ്പള്ളി പോകുമ്പോൾ കിട്ടും. അപ്പോൾ അത് എടുക്കുമ്പോൾ ഞാൻ പുറകിലായി പോകത്തില്ലേ. അപ്പം വന്ന് പിടിച്ചു വയ്ക്കും, സ്വരം ഉണ്ടാക്കും, വഴക്ക് പറയും, ചെവിക്ക് പിടിക്കും. എന്നാലും അത് ഒരു തീപ്പെട്ടി കിട്ടും, ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഒരു കളക്ഷൻ, ഒരു ഹോബികൾ. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ സെമിനാരി വെച്ചുകൊണ്ടായിരുന്നത് സ്റ്റാമ്പ് കളക്ഷനാണ്. ഈ തീപ്പെട്ടിപ്പടത്തിനും സ്റ്റാമ്പ് കളക്ഷനും കൂട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എണ്ണുമ്പോൾ നമ്മൾ 46 പടമുണ്ട്, 46 ഉണ്ട്, അല്ലെങ്കിൽ 500 ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്ത് പറയും ഇത് കുറവാണെന്ന് പറയും. കോമ്പറ്റീഷനാണ്, എല്ലാ കൂട്ടുകാർക്കും ഉണ്ടായി സംഭവം, കോമ്പറ്റീഷനാണ്. അപ്പോൾ അവർ ഡാമേജ് കൂട്ടത്തില്ല. ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീപ്പിടിപ്പടം കീറിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് ഡാമേജ് ആയിട്ട്, അപ്പോൾ നമ്മൾ ഒരു നമ്പറായിട്ട് കൂട്ടത്തില്ല. ഇതുപോലെ തന്നെ സ്റ്റാമ്പിനുണ്ട് ഈ ഡാമേജ്. സ്റ്റാമ്പിൻ്റെ പല്ലില്ലേ ചുറ്റോടിയിട്ടുള്ള, അതിൻ്റെ അകത്ത് ഒരു പല്ല് അടന്നു പോയാൽ ആ സ്റ്റാമ്പ് എണ്ണത്തിൽ കൂട്ടത്തില്ല. അത് ഡാമേജ് എന്ന് പറയും. ബാക്കി കുറച്ചേ കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ സൽപ്രവർത്തികൾക്ക് ഇതുപോലെ ഡാമേജ് വരും.
ബൈബിളാണ് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞത്. ഞാൻ നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഡാമേജ് ആക്കാതിരിക്കാൻ നോക്കണം. അതായത് നമ്മുടെ യെശയ്യാ 64:6 എടുത്തേ. ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ വീണ്ടും നിങ്ങൾ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം ഉടമ്പടി സൽപ്രവർത്തികളുടെ ഒരു ജീവിതമാണ്. അപ്പോൾ സൽപ്രവർത്തികൾക്കുള്ളൊരു കുഴപ്പം, ഈ സൽപ്രവർത്തികളിൽ അന്ന് പറഞ്ഞ വേർഷനല്ല ഞാൻ ഇന്ന് പറയണത്. കാരണം ഇന്ന് പറയണത് ഈ സൽപ്രവർത്തികളെല്ലാം ഒരു പ്രവൃത്തി സൽപ്രവൃത്തിയാകണത് ഒരു സുവിശേഷ പ്രചാരകന്, സുവിശേഷ വേലക്കാരന് ഒരു സൽപ്രവൃത്തിയാകണത് അതിൻ്റെ കണ്ടൻറ് വൈസ് ക്രിസ്തു അതിൻ്റെ ഉള്ളിൽ വാട്ടർമാർക്കായിട്ട് നിൽക്കുമ്പോഴാണ്. ബാക്കിയൊന്നും വാലിഡല്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തതെങ്കിൽ, അതിന് മർക്കോസ് 9:41 അതിൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കൊടുക്കുന്ന പ്രവൃത്തികൾ, നമുക്ക് സൽപ്രവൃത്തികളൊന്നും പറഞ്ഞ സംഭവമില്ല. അത് ഡാമേജാണ് ശരിക്കും പറഞ്ഞാൽ. അവന് നമ്മൾ കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുക്കണം. എല്ലാവരും സൽപ്രവൃത്തികൾ ഒത്തിരി ചെയ്യാതിരിക്കണില്ല, പക്ഷേ അത് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കണം. അപ്പം അതുകൊണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ഈ പിറുപിറുപ്പുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, പിറുപിറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. അപ്പോൾ ഈ പിറുപിറുക്കുമ്പോൾ ദൈവരാജ്യത്തിലല്ല, ലോകരാജ്യത്തിലാണ്, നരകരാജ്യത്തിലുമാണ് എന്ന സൂചനയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ സൽപ്രവൃത്തികളിൽ വല്ല അസൂയയോ, സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു, ചിലപ്പോൾ ക്രിസ്തു നാമത്തിലാകാം, ക്രിസ്തു നാമത്തിലാണെന്ന് നമ്മൾ വാശി പിടിച്ചാലും അതിൻ്റെ പിന്നിൽ വല്ല അസൂയയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആൾ കളിക്കാനോ മറ്റുള്ളവർ അറിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റഡ് ആയിട്ടുള്ള സ്വകാര്യമായ എന്തെങ്കിലുമൊക്കെ ഒരു ചവിട്ടിപ്പിടുത്തം ഉണ്ടെങ്കിൽ ഈശോ പറഞ്ഞത് ഞങ്ങളുടെ അത് 64:6 പോവും, ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയായിപ്പോയി എന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ടതാണ്. ഇപ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടമ്പടി ജീവിതം സൽപ്രവർത്തികളുടെ ഒരു സുവിശേഷ സാക്ഷ്യ ജീവിതമാണ്. അപ്പോൾ അത് മലിനമാകാൻ സൂക്ഷിക്കണം. ഇന്ന് ചെയ്യുന്ന എല്ലാം കറക്റ്റായിട്ട് നിങ്ങളെ ഡാമേജ് അല്ലാത്ത സൽപ്രവർത്തികളാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യാൻ, സുവിശേഷ സാക്ഷിയാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അവിശ്വാസമൊന്നല്ല, അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ള പരാജയങ്ങളാണ് പലപ്പോഴും ഈ അവിശ്വാസത്തിൻ്റെ ഒരു കാരണം. ഇതുവരെ ഒരു അടയാളം കണ്ടിട്ടില്ല, അങ്ങനെ വരും ചിലർക്ക് എന്തുകൊണ്ടാണ് അവിശ്വാസം വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒരു അടയാളം അവർ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആവശ്യം. പക്ഷെ അതുകൊണ്ട് എന്താ ചെയ്യണം അവർ തുറന്ന് പറയണം, കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെയുള്ള കാഴ്ച, എൻ്റെ യാത്രയിൽ എനിക്ക് ഒരു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ആശ്രയിച്ചിട്ട് അവിടുന്ന് എനിക്ക് വൃത്തിയിട്ടുള്ള ഒരു ആശ്വാസം ലഭിച്ചിട്ടില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അവിശ്വാസം പരിഹരിക്കണമേ, അത് നമ്മുടെ ടാർഗറ്റ് ചെയ്യേണ്ടതാണ് ഉടമ്പടിയിൽ. എന്താണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? അവിശ്വാസം പരിഹരിക്കണമേ. ഈ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് നമ്മളെ നാക്കുകൊണ്ട് പട്ടിക പറയണ പോലെ പറയണതിന് പകരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടത്? പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇതിനൊക്കെ എല്ലാം ഒരു ടിപ്പുകൾ തരിക നിങ്ങൾക്ക്. എന്നുവെച്ചാൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, നമ്മുടെ ഉടമ്പടിയിലുള്ള എല്ലാം വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ലേ? അപ്പോൾ അവിശ്വാസം പരിഹരിക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് 101 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല.
നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് ദ ബെഡ് ഫോർ യാക്കോബ് 2:13 വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. യാക്കോബ് 2:24 സോറി. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ഇതാണ് പ്രശ്നം. അപ്പൊ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 1001 പ്രാവശ്യം അവിശ്വാസം പരിഹരിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാം 2 ചെമ്പരത്തി പൂ എടുത്ത് ചെവി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വട്ടാളെങ്കിലും ധരിച്ചോളൂ. വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം വിശ്വാസം പരിഹരിക്കപ്പെടുന്നത് നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി വഴിയാണ്. അതുകൊണ്ടാണ് യാക്കോബ് 2:24 നമ്മൾ വായിച്ചത്. എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു പറഞ്ഞ് വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. ഒരു അപ്പം അവിശ്വാസം പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞോ, ശ്രദ്ധി പറ. നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അല്ല, നാക്കിൻ്റെ അടുത്തൊരു കാര്യമില്ലെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളൊരു വിഷയം, ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്താ? അവരുടെ പേരെന്നാ? മിനി ജോസഫ്. മണലിത്തറ എവിടെ സ്ഥലം? ചന്ദ്രല, തൃശ്ശൂർ. അപ്പം മിനി ജോസഫിൻ്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പം മിനി ജോസഫ് ഇവിടെ വരുമ്പോൾ, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ 4 രോഗങ്ങളാണ് ക്യാപിറ്റൽ ഡിസീസ്. എന്തൊക്കെ വെച്ചാൽ, ഒന്ന് പാർക്കിൻസൺസ്, കൈയും കാലും വിറച്ചോണ്ടേയിരിക്കും. പിന്നെ എന്താണ്? സ്പോണ്ടിലോസിസ്, പിൻകഴുത്തിൻ്റെ കുഴവെട്ടി രോഗങ്ങളുണ്ടായിരിക്കും. പിന്നെ അവർക്കുണ്ടായത് ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. അപ്പോൾ എത്രയായി? പിന്നെ 4ാമത്തെ രോഗം എന്താണ്? ഒരു സ്ട്രോക്ക് വന്ന ആളാണ്. അറ്റാക്ക് അല്ല, ഒരു സ്ട്രോക്ക് വന്ന ആളാണ്. 4ാമത്തത് ഇവർക്ക് ഇയർ ബാലൻസ് പോയ ആളാണ്. സംസാരിക്കുമ്പോൾ ടക്ക്. അപ്പോൾ എന്തൊരു ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ 4 ഡിസീസും ജീവിക്കാൻ പറ്റത്തില്ല. ഇതിൽ 4 ഒരെണ്ണം വന്നാൽ ജീവിക്കാൻ പാടാണ്. ഈ 4 ഡിസീസ് ഉള്ള ആളാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷിയാണ്. അപ്പീരുണ്ട് 15,000 കണ്ടിട്ടുള്ള ആൾക്കാരാണ്. എന്നാ കാര്യം അറിയത്തില്ല. ഗംഭീര ലോകോത്തര സാക്ഷ്യങ്ങളാണ് മാതാവ് ചെയ്യണത്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാത്തത് കൊണ്ടാണ് ആൾക്കാർ കാണാത്തത്. അതിൻ്റെ കുറ്റം നിങ്ങളുടെ കയ്യിൽ വരും അവസാനം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാമറാമാനെ എടുത്ത് ഇത് ഒപ്പിയെടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യണമെങ്കിൽ എഡിറ്റിംഗ് സ്യൂട്ട് വേണം. അതിന് 8 ലക്ഷം 9 ലക്ഷം രൂപയാണ് എഡിറ്റിംഗ് സ്യൂട്ടിൻ്റെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ദൈവവചനം തരുമ്പോൾ നിങ്ങൾക്ക് ചുമ്മാ കൈ കൊണ്ടൊന്ന് തൊട്ടാൽ മതി, അപ്പം ഷെയർ ആകും. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളുടെ അവിശ്വാസം പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും വഴി എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ബട്ടൺ കുത്തുവെച്ച് കൊടുത്താൽ മതി. ആ സാധനം എല്ലാവർക്കും കിട്ടും. എന്നിട്ട് ആ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിശ്വാസം പരിഹരിക്കും. നിങ്ങൾ എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. പ്രാർത്ഥിക്കുക, കർത്താവേ അവിശ്വാസം പരിഹരിക്കാൻ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ ഈ വിശ്വാസമായാലും സ്നേഹമായാലും ഈ രണ്ടുമാണ് ശരിക്കും വർക്ക് ചെയ്യണത്. നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യേണ്ട 2 ഇന്ധനങ്ങളെന്ന് പറയണത്, ഈ 2 ചിറകെന്ന് പറയണത്, ഒന്ന് വിശ്വാസവും ഒന്ന് സ്നേഹവുമാണ്. 2 ചിറകിലാണ് ഉടമ്പടി പോണത്. പക്ഷേ ഈ വിശ്വാസവും സ്നേഹവും ഒരു കുഴപ്പമുണ്ടാവും അതിൻ്റെ അകത്ത്. എന്താ കാര്യം? അത് ചില സമയത്ത് പൂർണ്ണമാകത്തില്ല. വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടാകും. അതിനകത്ത് അവിശ്വാസത്തിൻ്റെ കണ്ടൻറ്റുകളുണ്ടാകും. അപ്പോൾ ഓരോരോ അസൈൻമെൻറ്റുകൾ, ഓരോ ഗൃഹപാഠങ്ങൾ നമ്മൾക്ക് തന്നിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത് എന്ന് നോക്കും. ഇപ്പോൾ ഇവർ മിനി ജോസഫ് അവരെന്നാ റെസ്പോണ്ട് ചെയ്യും? മിനി ജോസഫിന് അസൈൻമെൻറ്റ് 4 ഗൃഹപാഠങ്ങൾ: പാർക്കിൻസൺസ്, സ്പോണ്ടിലോസിസ്, സ്ട്രോക്ക്, പിന്നെ എന്താണ്, ഇയർ ബാലൻസ്. 4 അസൈൻമെൻറ്റാണ് കൊടുത്തേക്കണത്. ഈ 4 അസൈൻമെൻറ്റ് വെച്ചോണ്ട് 4
കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് 3 കുഞ്ഞുങ്ങളെ വളർത്തണം അവർ. 3 കുഞ്ഞുങ്ങളെ അവർ വളർത്തുന്നുണ്ട്. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവിന് ജോലിയുണ്ട്, ഇവർക്കും ജോലിയുണ്ട്. ജോലി എന്താണ്? നമ്മുടെ സാധാരണ വീടുകളിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തൊഴിലാണ്. നമുക്ക് ഉദ്യോഗസ്ഥരൊന്നുമല്ല അവർ. സാധാരണ അന്നന്ന് വിലയെടുത്താൽ അന്നന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ജോലിയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴവർക്ക് രോഗം കൂടിയപ്പോൾ അവർക്ക് പണിക്ക് പോകാൻ പറ്റണില്ല. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെയും വെച്ച് 4 രോഗവും വെച്ചുകൊണ്ട് ആണ് അവർ ജീവിതത്തെ അഭിമുഖീകരിക്കണത്. അപ്പോൾ അവർ അമ്മയടുത്ത് വന്ന് അപ്പോഴേ ഇവർക്ക് അവർക്ക് അവർ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നൊരു അവസ്ഥയിലാണ് അവിടെ വന്നത്. അപ്പോഴേ വീട്ടിൽ നിന്നുള്ളവർ ചോദിക്കും, അമ്മ ഉടമ്പെടുക്കാൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകുമോ? നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകണ്ടേ? എനിക്ക് മേലടി, ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ പോയി ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിന് ഇവരുടെ വിശ്വാസത്തിലൊരു വിശ്വാസമുണ്ട്. അതാണ് വിഷയം. അത് നിങ്ങൾ കേൾക്കണം. ആ സാക്ഷ്യം അവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പം മുതിർന്ന പെൺകുട്ടി ഉൾപ്പെടെ 2 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ട്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ വന്നിട്ട് മേലെ ഇരിക്കാൻ പോലും പറ്റാത്തില്ല. വേദനയും കഷ്ടപ്പാടും ഒക്കെ ആയിട്ടാണ് എങ്ങനെയെങ്കിലും ഒരു കട്ടിൽ കണ്ടാൽ കിടക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ. അപ്പോൾ കൊച്ചു തന്നെ പറയും, നമ്മൾ ഉടമ്പടിക്കാനില്ല വന്നതമ്മ. അപ്പോൾ പറയും, എടി എനിക്ക് പറ്റണില്ല എന്ന് പറയും. പക്ഷേ അത് പല നമ്മളെങ്ങനെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉടമ്പടി എടുക്കുക. പക്ഷേ ഇവരുടെ അവസ്ഥ ഇതാണെങ്കിലും ഇവരെ ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ്. അതാണ് പ്രശ്നം. അവസ്ഥ അല്ല പ്രശ്നം ഒരാളിൻ്റെ. നിങ്ങളുടെ അവസ്ഥ അല്ലയ്ക്കോ വിലയൊന്നുമില്ല. നിങ്ങളെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. അത്രയും സ്നേഹം നിങ്ങൾക്കുണ്ടോ? അത്രയും വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അതാണ് ധ്യാനത്തിൽ ചോദിക്കുന്ന ചോദ്യം. ഇവിടെ അവസ്ഥ കണ്ടല്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെക്കാൾ മോശമല്ലേ ഇവിടെ അവസ്ഥ? അപ്പോഴേ ഈ അവസ്ഥയിൽ പക്ഷേ ദൈവത്തിന് ഇവരിൽ വിശ്വാസമുണ്ട്. ദൈവത്തിന് ഇവരുടെ സ്നേഹത്തിന് വിശ്വാസമുണ്ട്. അത് കാരണം നിയോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഭാഷയൊന്നും അവർക്ക് മനസ്സിലാണില്ല. അപ്പോൾ നിയോഗം എഴുതാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിയോഗം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമതൊരു ശരീരവേദന, ഇരിക്കാനും പാടില്ല, നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ നിയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്താണ് നിയോഗം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പ്രാർത്ഥന ആവശ്യമാണ്. ഉടനെ ഇവർ പ്രാർത്ഥന ആവശ്യം പറയും. എൻ്റെ രോഗം പാർക്കിൻസൺസ്, അത് എഴുതാൻ പറ്റത്തില്ല, കുത്തിവരക്കാനേ പറ്റത്തുള്ളൂ, കാര്യം കൈവറക്കില്ലേ. പിന്നെ അവരുടെ സ്പോണ്ടിലോസിസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഇവരുടെ ചെവിയിലൊരു രഹസ്യം പറയും, ഭവനം ഒന്ന് എഴുത്. അപ്പോൾ ഇവിടെ പറയും, എൻ്റെ ഈശോയെ, ഭവനത്തിന് ഞങ്ങളുടെ വീട്ടിൽ വെക്കാൻ ആരുമില്ല, നീ കാശ് തന്നാൽ പോലും വെക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാനത് എഴുതത്തില്ലെന്നു. കാര്യം വെച്ചാൽ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയാൻ. ഇവൾക്ക് കിടപ്പായി പോയില്ലേ, ഇവള് ഉള്ളതില്ലാത്തവരിയ്ക്കണം. അപ്പോൾ നമുക്ക് പൈസ ഇപ്പോൾ ലൈഫ് മിഷൻ എന്ന പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാലും ബാക്കി കാശ് കണ്ടുപിടിച്ചാലും അത് നിന്ന് ചെയ്യിക്കാനുള്ള പരുവം വീട്ടിലില്ല. വീടാണെങ്കിൽ പൊട്ടിപ്പൊളന്നിരിക്കുക. ആ പാവപ്പെട്ടവളുടെ രോഗത്തിൻ്റെ ആധിക്യം കാരണം ഭവനത്തിൻ്റെ കാര്യം വെക്കാൻ മറന്നുപോയി. അപ്പം കർത്താവ് ഓർപ്പിച്ച് കൊടുക്കുകയാണ്. ഇതാണ് ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്, ഓർത്തേക്കണം. നമ്മുടെ കാര്യം നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്ത ദൈവം കൈയിടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ. എന്നിട്ട് ഇവര് അവസാനം 5ാമത്തെ നിയോഗമായിട്ട് ഭവനം ഒന്ന് എഴുതും. എന്നിട്ടും പറയും, കർത്താവെ, നീ വെച്ച് തന്നാലേ ഞങ്ങളുടെ വീട്ടിൽ വെക്കാനും ഇത് കൊണ്ടുവരാനും നോക്കി നടത്താനും സൂപ്പർവൈസ് ചെയ്യാനും ഒന്നും ആളില്ല. പക്ഷെ നീ എനിക്ക് വീട് വെച്ച് തന്നാലേ വീടുള്ളെന്ന് പറയുകയും ചെയ്യും. ഇവിടെ ഭവനമൊന്നും എഴുതും. പക്ഷേ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആൾ ഓക്കെ ആവും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു 2 മാസത്തിനോ 1 മാസത്തിനോ ഉള്ളിലേ ഒരു ഏജൻസി ഇവർക്ക് ഭവനം വെച്ച് കൊടുക്കും. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഇവർ പറഞ്ഞ ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മേലാത്ത കാരണം ഇങ്ങനെ ഒരു വീട്ടിലൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് സ്വപ്നം കണ്ടിട്ടൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നാളെ വെഞ്ചിരിപ്പാണ്, താക്കോല് മാതാവിനെ കാണിക്കാൻ വന്നതാണ്. ഉടമ്പടി പറക്കല്ലേ, ഇങ്ങനെ 2 ചിറകും വെച്ച് പറക്കുകയാണ്. അല്ല, ഇവർ പറപ്പിക്കണം ഉടമ്പടിയെ നമ്മൾ പറപ്പിക്കണം. അതാണ് സംഭവിക്കുന്നത്. അതിന് ഒരു സ്നേഹമുണ്ട്, ഒരു ചിറക് വിശ്വാസമുണ്ട്. ഇത് നല്ല ശരിക്കും വീശി അടിക്കാൻ പറ്റിയ ദൈവം പിന്നെ ഈ വിഷയം ഏറ്റെടുക്കും.
വിമാനത്തിന് നമുക്കറിയാമല്ലോ, വിമാനം ഇങ്ങനെ റൺവേയിൽ കൂടി പോകുമ്പോൾ അത് വടക്കോട്ട് തിരിഞ്ഞിരിക്കണമെങ്കിൽ അതിനെ തെക്കോട്ട് തിരിക്കാൻ വേണ്ടി സ്റ്റിയറിംഗെ പിടിച്ച വിമാനം തിരിയത്തില്ലല്ലോ. അതിനെ പുറകിൽ കൊണ്ടുവന്ന് വേറൊരു യന്ത്രം കെട്ടിയിട്ട് ഇതിനെ വലിച്ച് ബാക്കിലൂടെ തിരിക്കുകയാണ് ചെയ്യണത് സാധാരണ. അന്ന് പറഞ്ഞ പോരാ, പക്ഷെ ആ വിമാനം പൊക്കണത് ആരാണ്? അതിൻ്റെ സ്പീഡാണ് പൊങ്ങണത്. ഇപ്പോൾ നമ്മുടെ വിമാനം തിരിക്കുമ്പോൾ തന്നെ 200 കാണിക്കും. നമ്മുടെ ചെയറിൻ്റെ മുകളിൽ അവിടെ കമ്പ്യൂട്ടർ ഇരിപ്പുണ്ടല്ലോ, ഫ്രണ്ടിൽ ചെയറിൻ്റെ ബാക്കിൽ അവിടെ കമ്പ്യൂട്ടർ. ഇപ്പോൾ 200, അപ്പോൾ ഫ്ലൈറ്റ് 300, റൺവേയിൽ കാണിക്കുമ്പോൾ അത് പെട്ടെന്ന് 750 കിലോമീറ്റർ സ്പീഡെന്ന് പറയുമ്പോൾ തന്നെ ഈ ചിറകിലേക്ക് വന്ന് ഈ വിമാനത്തിൻ്റെ ഈ കാറ്റ് മുഴുവൻ വന്ന് അട്ടിച്ചിട്ട് ചിറകിലേക്ക് ഈ സാധനം പൊങ്ങും. എത്രയോ മനുഷ്യരെ എടുത്തുകൊണ്ടാണ് വിമാനം പൊങ്ങണത്. സ്പീഡ് കൊണ്ടാണ്, ചിറകിൽ കാറ്റ് വന്നടിക്കുമ്പോഴുള്ള സ്പീഡാണ്. ഇതുപോലെ നിങ്ങളുടെ ചിറകിൽ കാറ്റ് വന്നടിച്ച് നിങ്ങളെ പൊക്കണം. അതിനുള്ള തീഷ്ണത ഈ വിശ്വാസ പ്രവർത്തനങ്ങൾക്കും സ്നേഹപ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണം. ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, എൻ്റെ ഉടമ്പടിയിലെ ദൈവസ്നേഹവും വിശ്വാസ പ്രവർത്തനവും വർദ്ധമാനമാകുവാൻ കലർപ്പില്ലാത്തതാകുവാൻ എന്നെ പ്രത്യേക അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസം അതെന്തെന്ന് ദൈവത്തിന് നമ്മളെ നേരത്തെ അറിയണം. ഇതിൻ്റെ ഉടമ്പടി ഏറ്റവും വലിയ വിജയം ഇതാണ്, ദൈവത്തിന് നമ്മളെ നേരത്തെ അറിയണം. അങ്ങനെ അറിയാൻ ഇടയായ നമ്മൾ രക്ഷപ്പെടും. ഇതിപ്പോൾ പല ആൾക്കാരുടെ ഉടമ്പടിയുടെ ഉടക്കി കിടക്കുന്നതിൻ്റെ കാരണം ദൈവത്തിന് നിങ്ങളെ കൃത്യം നേരത്തെ അറിയാം. നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ഉഴപ്പ് വന്നും തൽക്കാലം വല്ല അടയാളം കണ്ടാൽ മാത്രമേ വല്ല രോഗിനെയും പോയി കാണത്തുള്ളെന്നും, പത്രം തന്നെയാണെങ്കിലും നിങ്ങൾക്കൊക്കെ ബോധിക്കണ സമയത്തെ കൊടുക്കത്തുള്ളെന്നും, അതൊന്നും തീക്ഷ്ണമായിട്ട് ചെയ്യത്തില്ലെന്നും ഒക്കെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യമേ സാധനം പൊങ്ങാൻ പറ്റണില്ല, പിന്നെയല്ല പറക്കണത്. വിമാനം പൊങ്ങത്തില്ല, അങ്ങാടി കടന്ന് തിരിച്ചിടാനേ പറ്റത്തുള്ളൂ ഈ സാധനം. ഉടമ്പടി എടുത്തിരിക്കുന്ന പല അണ്ണന്മാർ അങ്ങാടി കടന്ന് ദൈവം തിരിച്ചിടുകയാണ്, അല്ലാതെ പറക്കത്തില്ല ഈ സാധനം. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ദൈവസ്നേഹമില്ല. കർത്താവ് എപ്പോഴും ചോദിക്കണം കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കത്തില്ലേ? ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷേ കർത്താവിന് ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷേ ചെയ്യത്തില്ല. 5000 പേരുണ്ട്, പക്ഷേ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കും. ആ ദൈവത്തിൻ്റെ ഒരു ഇക്കണോമിക്കാണത്. ശരിക്കും ദൈവത്തിന് ചെയ്യാവുന്നേ. ദൈവം ഫുള്ളായിട്ട് ചെയ്യാവുന്നതാണെങ്കിലും നമ്മളോട് പറയും നമ്മുടെ ഷെയർ വെക്കാൻ പറയും. അപ്പോൾ അന്ത്രയോസിന് ഈ എക്കണോമിക്സൊക്കെ അറിയാവുന്ന കാരണം അന്ത്രയോസ് പറയും 5 അപ്പം ഉണ്ടെന്ന് പറയും. 5 മതിയാ, 5 ഉണ്ടെന്ന് പറയും. അപ്പോൾ അത് കൊണ്ടുവരാൻ പറയും. അതല്ല, അപ്പം നമ്മുടെ പ്രശ്നം 5 കൊണ്ടൊന്നും ഒക്കത്തില്ലെന്ന് ഇവർക്ക് അറിയാം, ഈശോയ്ക്കും അറിയാം. പക്ഷേ ഈശോയ്ക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആദ്യം കാണിക്കണം. അതാണ് എൻ്റെ പ്രശ്നം. അത് നിങ്ങൾ ദൈവമായിട്ടുള്ള ഇടപാട് സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ വള്ളം നിങ്ങൾ 90 വയസ്സ് വരെ തുഴഞ്ഞാലും തിരുനക്കര തന്നെ കിടക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യസന്ധതയുണ്ടോ, ചുമ്മാ കൈ നനയാതെ മീൻ പിടിക്കാൻ വന്നതാണോ എന്ന് വെക്കും. ചില ആൾക്കാർ മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിക്കുമെന്ന് പറയുന്നില്ലേ, മലയാളത്തിലുള്ള പഴഞ്ചൊല്ല, ഞാൻ ഇടയ്ക്കൊക്കെ പറയണതാണ്. മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിക്കണം. പക്ഷെ അതെന്ത് ചെയ്യും ആൾക്കാർ? ബുദ്ധിമാന്മാരെ കരക്ക് നിൽക്കും. എന്നിട്ട് കൈ പോയിട്ട് മരക്കൈ വെച്ചിരിക്കണമെന്ന് പറഞ്ഞ് നീ കരപ്പിടിക്കാൻ പറയും. നിങ്ങളെക്കൊണ്ട് പല ആൾക്കാർ ഉടമ്പടി ഇടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മകൻ ഉടമ്പടി ഇടിപ്പിച്ചിരിക്കുന്നുണ്ട്, മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കുകയാണ്. അവൻ കരക്ക് നിൽക്കുകയാണ്, അവൻ വെള്ളത്തിൽ ചവിട്ടത്തില്ല. നിങ്ങളെക്കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചിട്ട് അവനതിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ നിൽക്കുകയും ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ അതിനേക്കാൾ വലിയ പുള്ളികളാണ്. അമ്മ ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലണ്ടേ? ഇല്ല, നീ അവിടെ നിന്ന് പഠിച്ചോ. നിങ്ങളെ മകളുടെ പ്രാർത്ഥനയ്ക്ക് മകളുടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോഴേ അവൾ ചോദിക്കണ്ടേ, അമ്മ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണ്ടേ? അമ്മ ചെല്ലുമ്പോൾ അല്ല മകളവിടെ ഇരുന്ന് പഠിച്ചോ. ഇതാണ് പ്രശ്നം. അവളെ കൊണ്ട് പ്രത്യക്ഷിക്കണ പ്രാർത്ഥന പോലും ചെല്ലിക്കാതെ അവളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ചെല്ലാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മാർക്ക് 0 അതാ പ്രശ്നം. നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം. നിങ്ങൾ ഒന്നാമത്തേൽ ഈ 99% ആൾക്കാർക്കും വിശ്വാസമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്നെ ഇങ്ങനെ പറയണേ, ഞങ്ങൾ ഒരു വിശ്വാസം ഇല്ലാതിരാണോ വണ്ടി കാശ് മുടക്കി, ഇല്ലാത്ത കാശ് മുടക്കി ഇവിടെ വന്നിരിക്കണേ? അതൊക്കെ വന്നിട്ടുണ്ട്, സമ്മതിച്ചു. വിശ്വാസം വേറൊരു സാധനമാണ് മക്കളെ. വിശ്വാസം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രാർത്ഥിക്കാനല്ല, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണത്. പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് വിശ്വാസം എന്ന് പറയണത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ചേടത്തിൻ്റെ കാര്യം, മിനി ജോസഫിൻ്റെ കാര്യം അറിയാമല്ലോ. അവർക്ക് ഇപ്പം കർത്താവ് നല്ല സൗഖ്യം കൊടുത്തവൾ. പക്ഷേ എന്നിട്ടും ആ ലേഡി അവരെ ഈ രോഗങ്ങളെല്ലാം
എൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. പക്ഷേ എന്നിട്ട് ഇവൾ കർത്താവിനോട് രാവിലെ പറയും, വെളുപ്പിനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, കർത്താവേ എനിക്ക് ഈ ഓൾഡ് ഏജ് ഹോമൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്, പ്രായമുള്ള ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട്, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ പോണത്, അപ്പം അതുകൊണ്ട് എനിക്കൊരു കൂട്ടുകാരത്തെ വേണം, ഞങ്ങൾ തിരക്കി പിടിച്ചെടുക്കാം. അപ്പോൾ കർത്താവ് സത്യസന്ധമായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരത്തെക്കുറിച്ച് അവൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ച്, ഇവിടെ താൻ ഉടമ്പടി എടുത്തൊരു പ്രേക്ഷപ്രവർത്തനം പറയാൻ ചെയ്താ? ഇല്ല, ചെയ്യാൻ വേണ്ടി ഞാൻ കൂട്ടുകാരിക്കണം, ഞാൻ വരാൻ തന്നെ കൂടെ. അപ്പോൾ ഇതിങ്ങനെ രണ്ടും കൂടി ഓൾഡ് ഏജ് ഹോം നാട്ടിലുണ്ടോ, എവിടെയാണ് ഓൾഡ് ഏജ് ഹോം ഉള്ളതെന്ന് പറഞ്ഞ് തിരക്കി നടക്കുകയാണ്. തിരക്കി നടന്ന അവസാനം അവരൊരു ഓൾഡ് ഏജ് ഹോം കണ്ടുപിടിച്ച്. അപ്പോഴാണ് അവരറിയണത് അവിടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള കാര്യം അറിയണത്. അപ്പോൾ അത് അറിഞ്ഞിട്ട് അവരവിടെ അങ്ങോട്ട് ചെന്ന് ചോദിക്കും, ഞങ്ങൾ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്ത ഒരാളാണ്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ്, ഞങ്ങൾ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്ത ആൾക്കാരാണ്, മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തതാണ്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇവിടെ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു ചേടത്തി ഉണ്ട്, പിള്ളേരെ ഈ ഇതില്ലേ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്ഥലമാണ്, ഓൾഡ് ഏജ് ഹോമല്ല, ഈ മെൻ്റലി റിട്ടയർഡ് ആയിട്ട് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചാലഞ്ചറായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ അവർ പറയും, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾ പകൽ വരും, പക്ഷേ രാത്രി കുഞ്ഞുങ്ങളെ കൂടെ കിടക്കാൻ ആരുമില്ലെന്ന് പറയും. ഉടനെ ഈ ചെടുത്ത് പറയും, ഞാൻ കിടന്നോളാം എന്ന് പറയും വന്ന്. അപ്പോൾ പിന്നെ എന്താ രസം എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ട് വീടുണ്ട്, പെൺപിള്ളേരാണ് രണ്ടുപേർ, അതുങ്ങളെ ഈശോനെ ഏൽപ്പിച്ചിട്ട് രാത്രി വൈകുന്നേരം ആകുമ്പോൾ ഇവർ പോരും അവിടുന്ന്. ഇവർ പോന്നിട്ട് ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളെ കൂടെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ ബുദ്ധി മാഞ്ഞൊക്കെയുള്ള കുഞ്ഞുങ്ങളെ കൂടെ കിടന്നെന്ന് പറഞ്ഞാൽ കിടക്കാനൊന്നും പറ്റത്തില്ല, പിള്ളേരൊക്കെ തൂറി മെഴിക്കണം അവിടെയൊക്കെ. അത് നിസ്സാര കാര്യമല്ല, ഒറ്റക്ക് പോകത്തില്ല, ഈ കാര്യം ഒറ്റ നടപ്പിന് പോകത്തില്ല. ആ പെയിൻ മുഴുവൻ അവർ ഏറ്റെടുക്കുകയാണ്. ഇവരിതൊക്കെ ചെയ്യുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. അതാണ് ഈ ഉടമ്പടി പെട്ടെന്ന് ബ്രേക്കാകാൻ കാരണം. പിടികിട്ടിയാ? പെട്ടെന്ന് ഇങ്ങനെ പുഷ്പിക്കാൻ കാരണം ഇവരിതൊക്കെ ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുമെന്ന് ദൈവത്തിന് നമുക്കറിയത്തില്ല, ദൈവത്തിന് അറിയാം. നമ്മളെ തിരുസന്നി വരുമ്പോഴല്ല, അതല്ലേ ഇവളുടെ കയ്യിരിപ്പിതായതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകുമെന്ന് അറിയാതുകൊണ്ടാണ് ഇവർ എഴുതുമ്പോൾ പറയും, മകളെ പവനം 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 എന്ന് പറയും. എന്താ കാര്യം? അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കയ്യിൽ എന്താ കാര്യം? അവർക്ക് ദൈവസ്നേഹമുണ്ട്. കൈയടിച്ച് ഇപ്പൊ എന്താണ് ദൈവസ്നേഹം എന്ന് മനസ്സിലായില്ലേ? സൗണ്ടിലേക്ക് റൗണ്ടിൽ കൂടി ഇവർ നടക്കും, കൃപാസനം 10 തോളെ വെച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് ഓട്ടോറിക്ഷക്കാരെ കാര്യം തൃശ്ശൂർ സൗണ്ട് വേണ്ട 8 മറ്റേ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്. ഞാനവിടെ ഒരു കൊല്ലം പഠിച്ചതാണ് സാഹിത്യ അക്കാഡമിയിൽ. അപ്പം ഞാൻ ഈ റൗണ്ടിൽ കൂടി അയ്യന്തോളിൽ പോയി അവിടെ പോയാണ് ഉറങ്ങുന്നത്. അപ്പം തമ്പുരാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഗ്രന്ഥശാലയാണ്, അപ്പോൾ അവിടെയാണ് രാത്രി കിടന്ന് അവിടെ പോയി കുർബാന, അവിടെ കട്ടിൽ ഷീറ്റ് വിരിച്ച് കുർബാനയും ചെല്ലും, അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. ഒരു കാലം ഉണ്ടായിരുന്നു 2008. അപ്പോൾ ഈ റൗണ്ട് സഭത്തിൽ കൂടി ഞാൻ ജപമാലയും ചൊല്ലിക്കൊണ്ടാണ് പോണത്. സാഹിത്യ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് ഈ റൗണ്ട് സഭത്തിൽ കൂടി ജപമാല. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണം മുഴുവനും ഈ റൗണ്ട് സൗത്തിലുള്ളത് ഒത്തിരി പേര് കാത്തലിക്സ് ഉണ്ടായി. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവരൊക്കെ ഞാനിങ്ങനെ ജപമാല, ഞാൻ ലോഹ ഇല്ലാതെ നടക്കണം അവിടെ കൂടി. കാര്യം സാഹിത്യ അക്കാഡമിയിലെ ചില സാഹചര്യങ്ങൾ നമുക്കിങ്ങനെ ലോഹ ഇട്ട് നടക്കാൻ പറ്റിയ സാഹചര്യങ്ങളല്ല അന്ന്. ഇപ്പം ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇവിടെ കൂടി പോകുമ്പോൾ ഈ ജപമാല ഓപ്പണായിട്ട് കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിക്കൊണ്ടാണ് അയ്യന്തോളിലോട്ട് പോണത്. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കുന്ന കർത്താവ്, ഞാൻ ജപമാല ചെല്ലണ കാണുമ്പോഴേ ചെറുപ്പക്കാർക്ക് ജപമാല ചെല്ലാൻ തോന്നണം. കുടുംബ പ്രാർത്ഥന ആരെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരുത്തൻ ജപമാല ചൊല്ലിക്കണം, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ജപമാല ചൊല്ലിയിട്ട് കുറേ നാളായല്ലോ എന്ന് അവർക്ക് തോന്നിയിട്ട് കടപൂട്ടി നേരത്തെ അവർ വീട്ടിൽ ചെന്ന് കുടുംബ പ്രാർത്ഥന കൂടണം. മക്കളെ, ഇങ്ങനെയാണ് ദൈവത്തിൽ വളരണത്, മനസ്സിലായില്ലേ? അല്ല നിങ്ങളുടെ വയറ്റിപ്പിഴപ്പ് മാത്രം വെച്ചുകൊണ്ട് വർക്ക് ചെയ്താൽ ചുമ്മാ വയസ്സായി മരിക്കാവുന്നല്ല ഒരു കഥയുമില്ല. ദൈവത്തിൻ്റെ അടുത്തൊരു അംഗവും നടക്കത്തില്ല. ദൈവത്തിന് കാപട്ടി പറയാം. ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ദൈവത്തെ ദുർവിനിയോഗിക്കണം എന്നറിയാൻ പറ്റും. പിന്നെ ദൈവം അടുക്കത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങേ കലർപ്പില്ലാതെ സ്നേഹിക്കുവാൻ, സാക്ഷ്യമായി സ്നേഹിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. നിങ്ങൾക്കറിയാവോ, പത്രോസിനോട് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം ചോദിച്ചത്? യോഹന്നായുടെ പുത്രനായ ശിമയോനെ പറഞ്ഞ് ശിമയോനെ 21:15 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 21:15 അല്ല 15 എന്താണ്? യോഹന്നായുടെ പുത്രനായ ശിമയോനെ പറഞ്ഞേ. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ദൈവം
മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ നിലവാരങ്ങൾ ഡേ ബൈ ഡേ ഇതിങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് വരണമെന്നുള്ള മൈൻഡ് സെറ്റുള്ള ആളാണ്. ഇപ്പം പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ദൈവം ചോദിച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല, അവരെ കൂടി കൂടെ നിൽക്കുന്നവരെ കൂടി ഇതിനകത്ത് കമ്പനി ചേർത്താണ് ചോദിക്കണത്. അപ്പം കമ്പനിയിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാരും വിചാരിക്കണം പത്രോസിൻ്റെ സ്നേഹത്തെ അളക്കാൻ പോണത് ഞങ്ങളുടെ സ്നേഹം വെച്ചാണെന്ന് അറിയണം. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ കമ്പനിയിൽ നിൽക്കുന്ന ആൾക്കാരും പത്രോസിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലിലേക്ക് വളരണം. കൈയടിച്ചു. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ.